Hope I am audible. കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. Shall we start our discussion? Are you ready? Okay. So, ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ഗോ ഫോർ എ മിനി മോക്ക് ടെസ്റ്റ് ഇൻ പ്രിലിംസ് വൈസ്. നാളത്തെ ദിവസം നിങ്ങൾക്കൊരു റിവിഷൻ ടൈമിന് സമയം തന്നിട്ട് മറ്റന്നാളെ നമ്മൾ ചെറിയൊരു മോക്ക് ടെസ്റ്റ് നടത്തും. സേ ലൈക്ക് 20 or 25 ക്വസ്റ്റ്യൻസ്. അതെല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആ കാര്യം ഒന്ന് ഓർമ്മയിലുണ്ടാവട്ടെ കേട്ടോ. Fine. So we can start our today's discussion. We are discussing with Mahajanapadas. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മഹാജനപദാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മുടെ ട്രാൻസിഷൻ. സോ ട്രാൻസിഷൻ പറയുന്ന സമയത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വി നോ സംതിങ്, ദിസ് ഏർലി വേദിക് പീരിയഡ് ദാറ്റ് വാസ് സംതിങ് റൂറൽ, അല്ലെ? ഒരു റൂറൽ വില്ലേജ് സെറ്റപ്പ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരെന്ത് ചെയ്തു? Around 1000 BC ആവുന്ന സമയത്ത് they migrated into eastern part of India, producing the later Vedic period. And during this period they are going to have this iron. And iron യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പീരീഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ PGW വയർ അല്ലെങ്കിൽ PGW പോട്ടറി കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ അയണിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ അയണിന്റെ ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിൽ they are having political expansion. ആ പൊളിറ്റിക്കൽ എക്സ്പാൻഷനെ നമ്മൾ എന്ത് വിളിച്ചു? ജനപദ എന്ന് വിളിച്ചു, അല്ലെ? അങ്ങനെ ആ ജനപദങ്ങള് ഒരുപാട് ടെറിട്ടറീസ് ഉണ്ടായി, ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അറൌണ്ട് 6th century ആണ് സമയത്ത്, 6th century BC ആണ് സമയത്ത് they are going to develop into large cities. ആ ലാർജ് സിറ്റീസിനെ വിളിക്കുന്ന പേരാണത് മഹാജനപദാസ്, ജനപദങ്ങളുടെ വലുത്. Thus we had 6th century BC യുടെ സമയത്ത് 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് തുടക്കം. So based on this one, we are going to understand this is called the second urbanization in India. ഇതാണ് ഇന്ത്യ നടക്കുന്ന രണ്ടാമത്തെ urbanization. First urbanization, definitely you guys know what is that? Indus Valley civilization, right? And Indus Valley civilization എന്ന് പറയുന്ന first urbanization അതെന്തായിരുന്നു? Because of bronze. But here what we can see, the second urbanization because of iron. And during this second urbanization, this is called northern black polished wire. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് PGW എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ പോട്ടറി, ഇതൊക്കെ പോട്ടറിയുടെ പേരാ, പാത്ര നിർമ്മാണങ്ങളുടെ സ്റ്റൈലുകൾ വിളിക്കുന്ന പേരാണ്. അപ്പൊ പോട്ടറി ആയിട്ടുള്ള PGW പെയിന്റഡ് ഗ്രേ വെയർ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊന്നാണ് NBPW നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അയണേജുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ്. സോ അയണേജ് ആണ് ഇന്ത്യയിൽ വീണ്ടും എന്ത് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ എക്സ്പാൻഷനും അഗ്രികൾച്ചർ ഡെവലപ്മെന്റും സിറ്റി ഡെവലപ്മെന്റിനും ഈവൻ മൊണാർക്കിക്കൽ ഡെവലപ്മെന്റിനും ഒക്കെ പോസിബിൾ ആക്കിയിട്ടുള്ളത്. അതിന് ആർക്കിയോളജിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസുകളാണ് പാത്രങ്ങൾ. പാത്രങ്ങളുടെ കളർ ഷേപ്പ് നോക്കുന്ന സമയത്ത് അതിൽ അയണിന്റെ മിക്സ് ഉണ്ടാവും. അതാണ് PGW. പിന്നീട് നോർത്ത് ബ്ലാക്ക് ആൻഡ് പോളിഷ്ഡ്, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ, പോളിഷ് ചെയ്തിരിക്കുന്ന വയർ. അപ്പോൾ കുറച്ചുകൂടെ എന്തെയും സോഫ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ഓൾ ജസ്റ്റ് an introduction regarding the period of Mahajanapadas. Is that clear? ഇതൊക്കെയാണോ? Any doubt in this one? ഓക്കെ, PGW അഞ്ജന ചോദിച്ചിട്ടുണ്ട്. PGW പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് പെയിന്റഡ് ഗ്രേ വയർ എന്ന് പറയുന്നത് ഒരു പാത്രമാണ്. ആ പാത്ര നിർമ്മാണത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിൽ സേ ദാറ്റ് ഈ PGW എന്ന് പറയുന്നതും അതുപോലെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ എന്ന് പറയുന്നതും അത് അയൺ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ലേറ്റർ വേദിക് കാലഘട്ടം മുതൽക്കുള്ള പാത്ര നിർമ്മാണങ്ങളുടെ ശൈലി PGW എന്ന് പറയും, പെയിന്റഡ് ഗ്രേ കളറുകളുള്ളത്. അതുപോലെ നോർത്തേൺ ബ്ലാക്ക്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? അയൺ ഏജിനെ സിഗ്നിഫിക്കേ ചെയ്യുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആണ് എന്നുള്ള ഒരു മിനിമം ഫാക്ട്. Hope it is clear now, Anjana. Okay, fine. Now we are discussing 6th century BC എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. സാധാരണ രീതിയിൽ നിങ്ങൾ പഠിക്കുക, ഒന്ന് 16 cities ആയിട്ടുള്ള മഹാജനപദാസ് ഉണ്ടായിരുന്നതാണ്.
ഇതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേ സമയത്ത് 6th സെഞ്ചുറി BC സമയത്ത് തന്നെയാണ് ബുദ്ധിസം ജൈനിസം പോലുള്ളതിന്റെ റൈസ്. വൈ? ബിക്കോസ് ഓഫ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ലേറ്റർ വേദിക് പീരീഡ്. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്ന് 16 മഹാജനദാസ്, 2 ബുദ്ധിസം ആൻഡ് ജൈനിസം. നമ്മുടെ മോക്ക് ടെസ്റ്റിന് ശേഷം വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമാണ്, ഈ സമയമാകുമ്പോഴേക്കും ഇന്ത്യയിലോട്ട് ഫോറിൻ ഇൻവേഷൻസ് വരുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ ഫോറിൻ ഇൻവേഷൻ? ഫോറിൻ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് അവർ ഇന്ത്യ സൈഡ്. ഇന്ത്യയുടെ ഇതിലൂടെ ഹിന്ദുക്കുഷ് മൗണ്ടൻസ് ഒക്കെ പോകുന്നുണ്ട്. ഹിന്ദുക്കുഷ് ജോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത്. അപ്പൊ ഇതിലൂടെയാണ് പലപ്പോഴും ഇന്ത്യയുടെ അകത്തോട്ടുള്ള ആൾക്കാരുടെ വരവ് വരുന്നത്. ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഇറ്റ്സെൽഫ് യു ഡിസ്കസ്ഡ് അബൌട്ട് ദ ആര്യൻസ്, അല്ലെ? അപ്പൊ ആര്യന്മാരുടെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതേപോലെ നമുക്ക് ഒരുപാട് ഫോറിൻ ഇൻവേഷൻസ് ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ ഫോറിൻ ഇൻവേഷൻ ആണ് നമ്മൾ പറയുന്ന ആര്യന്മാർ. ഓക്കെ, ഒന്നാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആര്യന്മാർ. എപ്പോഴായിരുന്നു? 1500 BC സമയം. രണ്ടാമത്തതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പേർഷ്യൻ ഇൻവേഷൻ. ഈ പേർഷ്യൻ ഇൻവേഷൻ വരുന്നത് അറൌണ്ട് 6th സെഞ്ചുറി BC സമയത്താണ്. മൂന്നാമത് വരുന്നത് അലക്സാണ്ടറുടെ ഇൻവേഷൻ ആണ്. അതെപ്പോഴാണ്? ജസ്റ്റ് പ്രീ മൗര്യൻ, മൗര്യൻ കാലഘട്ടത്തിന്റെ മുന്നോടിയായിട്ട്. അത് നമ്മൾ മൗര്യൻ എംപയർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ഡിസ്കസ് ചെയ്യും, പ്രീ മൗര്യൻ. പിന്നീട് മൗര്യൻ എംപയറിന് ശേഷമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേയിലെ ഓറിയന്റേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ദ പോസ്റ്റ് മൗര്യൻ പീരീഡ് വി കൻ സി മെനി ഓഫ് ദ കിങ്ഡംസ് ലൈക്ക് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്തിയൻസ്, കുഷനാസ്, അവരൊക്കെ ഫോറിൻ ഇൻവേഷൻസ് ആണ് ആക്ച്വലി. അപ്പൊ മൗര്യൻ കാലഘട്ടത്തിന്റെ മുന്നോടിയായിട്ട് 3 ഇൻവേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആര്യൻ, ദെൻ പേർഷ്യൻ, ദെൻ അലക്സാണ്ടർ. അലക്സാണ്ടറുടെ ഇൻവേഷൻ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുന്നാണ്, 2-3 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ്. എന്നാൽ പേർഷ്യൻ ഇൻവേഷൻ നടക്കുന്ന നോക്കിക്കേ 6th സെഞ്ചുറി BC സമയത്താണ്. അപ്പൊ പേർഷ്യ എന്ന് പറയുന്ന ലാൻഡ് എവിടെയാണ്? ദ ലാൻഡ് പേർഷ്യ ഈസ് നൺ അതർ ദാൻ നൗഡേയ്സ് ഇറാന്റെ ഭാഗങ്ങളാണ് പറയുന്നത്. ഒരു സെൻട്രൽ ഏഷ്യയുടെ ഇറാന്റെ ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇറാന്റെ ഭാഗത്ത്, ഇറാനെ പണ്ട് വിളിച്ചിരുന്ന പേരാണെന്ത്? പേർഷ്യ. പേർഷ്യ. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറെ തീ ആരാധകരായിട്ടുള്ള വംശജരാണ് നമ്മൾ സോറോസ്ട്രിയൻസ് എന്ന് വിളിക്കും. സോറോസ്ട്രിയൻസ്, തീ ആരാധകരായിട്ടുള്ള വംശജർ. നമ്മൾ ഇന്ത്യയിൽ ഇന്ന് ഗുജറാത്തിൽ താമസിക്കുന്ന പാർസികൾ ഉണ്ടല്ലോ, പാർസീസ്, അവർ തന്നെയാണ് അവരുടെ വംശാവലി. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇറാനിയൻ രാജാക്കന്മാരായിട്ടുണ്ടായിരുന്ന ചില ആൾക്കാര് ഇവര് പൊളിറ്റിക്കൽ ഇൻവേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇറാനിയൻ ഓർ പേർഷ്യൻ ഇൻവേഷൻ വരുന്നത്. അവരുടെ കിണ്ടത്തിനെ വിളിച്ചിരുന്ന പേരാണ് അഖമെനിഡ് എംപയർ എന്ന് പറയുന്നത്. അഖമെനിഡ് എംപയറിലെ അഖമെനിഡ് രാജാക്കന്മാരായിട്ടുണ്ടായിരുന്ന സൈറസ്, ഡാരിയസ്, പിന്നീട് സെർക്സസ്. ഹൗ മെനി ഓഫ് യു വാച്ച്ഡ് വൺ പെർട്ടിക്കുലർ മൂവി 300? നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ടീമിന്റെ പേരെന്താ? സ്പാർട്ടൻസ്. സ്പാർട്ടൻസ് ഹിസ്റ്ററി എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? ഈ സ്പാർട്ടൻസ് എന്ന് പറയുന്ന ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് സ്പാർട്ടൻസ്. ആ 300ഓളം വരുന്ന സ്പാർട്ടൻസ് ദേ ആർ ഗോയിങ് ടു ഫൈറ്റ് ദ പേർഷ്യൻ ആർമി ലെഡ് ബൈ സെർക്സസ്. അങ്ങനെ ഈ സെർക്സസ് എന്ന് പറയുന്ന ആളുടെ ആർമിയില് ഇന്ത്യൻ സോൾജേഴ്സ് വരെ ഉണ്ടായിരുന്നു. എന്തിന്? ഇന്ത്യൻ സോൾജേഴ്സ് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അയേൺ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് വലിയൊരു 10,000-കണക്കിന് വരുന്ന പേർഷ്യൻ ആർമി വരാൻ വേണ്ടി പോകുന്നത്. ഫൈൻ, യെസ്. സോ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സെർക്സസ്, അദ്ദേഹത്തിന് മുന്നേ ഡാരിയസ്, അദ്ദേഹത്തിന് മുന്നേ സൈറസ്, ഇവരെ പോലുള്ള ആൾക്കാരെല്ലാം ഇന്ത്യയിലോട്ട് വരെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. ദ ഈവൻ അനക്സ് ദ പാർട്സ് ഓഫ് ദ പഞ്ചാബ് ആൻഡ് സിന്ധ്. അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അവരുടെ ഒരു എംപയറിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള അയൺ ഓർസും സോൾജേഴ്സ് ഒക്കെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു വരവ് 6th സെഞ്ചുറി BC സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അതിന്റെ ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി കരോഷ്ടി സ്ക്രിപ്റ്റ്. കരോഷ്ടി എന്ന് പറയുന്ന ഒരു എഴുത്ത് രീതി ഉണ്ട്, അത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒന്നാണ്. ആ കരോഷ്ടി സ്ക്രിപ്റ്റ് ഇന്ത്യയുമായിട്ട് ലയിച്ചു ചേരുകയും ഈവൻ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്? അശോകന്റെ ഈഡിക്റ്റുകൾ, രാജശാസനങ്ങൾ. അതിലൊക്കെ നമുക്ക് കരോഷ്ടി സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നുണ്ട്. എവിടെ?
നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ. അപ്പൊ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ അവർ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാഷാ രീതിയായിട്ടുള്ള കരോഷ്ടി സ്ക്രിപ്റ്റ്, അത് നമുക്ക് ഈ പേർഷ്യക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, എസ്പെഷ്യലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൗര്യൻ പില്ലറുകൾ ഇല്ല, ഡിഫറെന്റ് പില്ലറുകൾ. അപ്പൊ മൗര്യൻ പില്ലറുകൾ ഒരു ഭാഗത്തുണ്ട്, അക്കമിനഡ് പില്ലർ ഒരു ഭാഗത്തുണ്ട്. നമ്മൾ അതൊക്കെ കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കും. അതൊക്കെ നമുക്ക് മെയിൻസിന് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കൾച്ചറലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് പോകണം. ഓക്കെ, സോ ദീസ് ഓൾ ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ് ബേസിക്കലി ഫ്രം ദിസ് പോർഷൻ. അതാണ് എന്റെ പോയിന്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളും കഥകളും പറഞ്ഞു വെച്ചത്. വൺസ് അഗൈൻ ലെറ്റ് മീ സമ്മറൈസ് ദിസ് വൺ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, സോ ദാറ്റ് വി കൻ പ്രൊസീഡ്. 6th സെഞ്ചുറി BC ഇന്ത്യ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അകത്ത് 16ഓളം സിറ്റീസ് ഉണ്ട്. അത് സിറ്റികളാണ്, അർബൻ കൾച്ചറാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് സോഷ്യലി സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെ റിയാക്ട് ചെയ്തുകൊണ്ട്, എതിർത്തുകൊണ്ട് വി കൻ സീ ദ റൈസ് ഓഫ് ഏർലി ബുദ്ധിസം ആൻഡ് ജൈനിസം. അറ്റ് ദി സെയിം ടൈം ഈ 6th സെഞ്ചുറി BCയുടെ സമയത്ത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത്, പഞ്ചാബ് സിന്ധ് ഭാഗത്ത് വി കൻ സീ ദ പേർഷ്യൻ ഇൻവേഷൻ ഫ്രം ദ ഇറാനിയൻ റീജിയൻ ലെഡ് ബൈ ദി അക്കമിനിഡ് കിങ്സ്, സൈറസ്, ഡാരിയസ്, സെക്സസ്. ഈ 3 ആൾക്കാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ പേർഷ്യൻ എംപയറിന്റെ, ഈ പേർഷ്യൻ എംപയർ ആയിട്ടുള്ള അക്കമിനിഡ് എംപയറിന്റെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, ഇന്ത്യയിൽ പിൽക്കാലഘട്ടത്തിൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ കരോഷ്ടി സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. മൗര്യൻ എംപയറിന്റെ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ അക്കമിനിഡ് ഇൻഫ്ലുവൻസ് വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇസ് ദാറ്റ് ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ, അല്ലാതെ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും പ്ലീസ്. If you have any doubt, please ask me right now. All good? Thank you. Fine. Now we are going to discuss about this Mahajanapadas. കരോഷ്ടി. ഓക്കെ, കരോഷ്ടി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ്, എഴുത്ത് രീതിയാണ് കേട്ടോ. നമ്മൾ ഈ അറാമിക് ലാംഗ്വേജ് ഉണ്ട്, പഴയ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹീബ്രു ലാംഗ്വേജിന്റെ മറ്റൊരു വകഭേദമാണ്. അതിൽ നിന്നൊക്കെ ഇവർ എഴുതുന്ന രീതികളുണ്ട്. നമുക്ക് പലപ്പോഴും അത് കാണുന്ന സമയത്ത് എന്താ ചുള്ളിക്കൊമ്പൊക്കെ വെച്ചിരിക്കുന്നത്, എക്സും വൈയും ഇങ്ങനെ കുത്തും കോമയൊക്കെ തോന്നും. അതൊരു റൈറ്റിംഗ് സ്റ്റൈലാണ് സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റുകൾ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് കേട്ടോ. സ്ക്രിപ്റ്റ് ആണ് റൈറ്റിംഗ് സ്റ്റൈൽ. മലയാളം നമ്മൾ സംസാരിക്കുന്ന രീതിയുണ്ട്, അത് ഭാഷ, ലാംഗ്വേജ്. അത് എഴുതുന്ന രീതിയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മഹാജനപദാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മഹാജനപദാസ് ആണ്. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. 16 മഹാജനപദാസ് നമുക്കുണ്ട്. അത് വരാനുള്ള റീസൺ എന്തായിരുന്നു? നമുക്ക് ഏർലി വേദിക്കിൽ ജനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എന്നാൽ ലേറ്റർ വേദിക്കിൽ എത്തുന്ന സമയത്ത് എന്തുണ്ട്? ജനപദങ്ങളായി. അതെന്ത് ചെയ്തു? 6th സെഞ്ചുറിയുടെ സമയത്ത് ആകുമ്പോഴേക്കും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആയി മഹാജനപദാസ്. 16 ഉണ്ട് എന്നുള്ളത് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഈ 16 ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള അംഗുത്തര നിക്കായയാണ്. അംഗുത്തര നിക്കായ, ഇതൊന്ന് എഴുതി വെച്ചു. അംഗുത്തര നിക്കായ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്നാണ് നമുക്ക് അന്നുണ്ടായിരുന്ന 16 സിറ്റികളുടെ പേരുകൾ ലഭ്യമാകുന്നത്. ദീസ് ആർ ദ നെയിംസ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിന്റെ പേര് മാത്രം എഴുതി വെച്ചോ. കാരണം നമ്മൾ പറയും റിലീജിയസ് ടെക്സ്റ്റുകൾ ബയാസ് ഉണ്ട്. നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മെയിൻസിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലിറ്ററേച്ചർ നമുക്ക് 2 രീതിയിൽ കണക്കാക്കാം. റിലീജിയസ് ലിറ്ററേച്ചർ ഉണ്ട്, സെക്കുലർ ലിറ്ററേച്ചർ ഉണ്ട്. സെക്കുലർ ലിറ്ററേച്ചർ എക്സാമ്പിൾ ആണ് അർത്ഥശാസ്ത്രം, മെഗസ്തീനീസിന്റെ ഇന്ത്യക്ക, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേസമയത്ത് റിലീജിയസ് ലിറ്ററേച്ചർ ആണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. അപ്പൊ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എത്രമാത്രം പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ടു റൈറ്റ്. സോ അവിടെ നമ്മൾ കൊണ്ടുവെക്കേണ്ട ഒരു എക്സാമ്പിൾ ആണത് അംഗുത്തര നിക്കായ, എ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് റിവീൽസ് ദ 16 മഹാജനപദാസ് ഓഫ് 6th സെഞ്ചുറി BC. You got it? How you are going to use your information? വേണ്ട, പേർഷ്യൻ ഇൻവേഷന്റെ ഹിസ്റ്ററി നിങ്ങൾ അറിയണോ? വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചെന്ന അത്രയും ബേസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. അലക്സാണ്ടർ കുറച്ചുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, കുറച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഇത് കിട്ടിയോ? അംഗുത്തര നിക്കായ എങ്ങനെയാണ് അതിന്റെ ഇൻഫ്ലുവൻസ്, അതിന്റെ യൂസ് ചെയ്യേണ്ട ഐഡിയ എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കേ മാപ്പ്. ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് കേട്ടോ. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കും. നിങ്ങൾ തോൽക്കാൻ വേണ്ടിയാണോ എന്റെ അടുത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്? അല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും എഴുതണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ടാസ്ക് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കുട്ടപ്പൻ മാപ്പിനെ അങ്ങ് വരക്കുക.
കുട്ടപ്പൻ മാപ്പ് വരച്ചാൽ മതി, കൂടുതൽ എഫേർട്ട് എടുക്കണ്ട. കുട്ടപ്പൻ മാപ്പ് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ പുറമെ ആരൊക്കെയുണ്ടെന്ന് നോക്കുക. നോക്കണ്ടോ? കംബോജ, ഗാന്ധാര, KG. ഇന്ത്യയുടെ സൗത്തിൽ ആരുണ്ട് നോക്കുക. കണ്ടോ? അസ്മാക്ക. പിന്നെ ഇവിടുന്ന് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷന് നോക്കുക, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോഴുള്ള ഡയറക്ഷൻ നോക്കുക. അങ്ങനെ നിങ്ങൾ ഈ 16 ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് വരയ്ക്കുക. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് ഇന്ത്യ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. പിന്നെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ നോക്കുക. പിന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ നോക്കുക. ആ രീതിയിൽ ഒന്ന് ലാബൽ ചെയ്യുക. സോ മാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലാബൽ ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന ടാസ്ക്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യില്ലേ? There is no tomorrow for work. Okay. Yeah, I call this one as Kuttapan map. Okay. കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഇന്ത്യ. സെറ്റ് അല്ലേ? ഓക്കെ. സോ ഈ ഒരു ടാസ്ക് നിങ്ങൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏകദേശം പിടുത്തം കിട്ടും. എന്നാലും നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ നോക്കിക്കേ, ഈസ്റ്റിലുള്ള സൈറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. എവിടെ പേനോടെ? അങ്ക, മഗധ, വൃജി, മല്ല, കാസി, കോസല, പാഞ്ചാല, വത്സ, ചെടി, സുരസേന, കുരു ഇവിടെ, പാഞ്ചാല ഇവിടെ. ഒരുമിച്ച് പഠിക്കാം. കുരു, പാഞ്ചാല. ഓക്കെ. കാസി, കോസല ഒരുമിച്ച് പഠിക്കാം. അംഗമഗധ ഒരുമിച്ച് പഠിക്കാം. പിന്നെ ഇവിടെ മത്സ്യ, ഇവിടെ അവന്തി. അവന്തിയുടെ ക്യാപിറ്റൽ നോക്കിക്കേ, മാഹിഷ്മതി സാമ്രാജ്യം. കേട്ടിട്ടില്ലേ? മഹിഷ്മതി. അപ്പൊ സംശയം തോന്നി, സാറേ അപ്പൊ സത്യത്തിൽ ഉണ്ടായിരുന്നാണോ എന്ന് തോന്നിപ്പോകും അല്ലേ? സ്റ്റോറീസ് ആർ ഡിഫറെന്റ് ബട്ട് നെയിംസ് ആർ ലൈക്ക് പേരുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവാം. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ക്യാപിറ്റൽസിന്റെ 16 പേര് നമുക്കൊരു ഫെമിലാരിറ്റി വേണം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, നമുക്ക് ഫെമിലാരിറ്റി വേണം പേരുകൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻസ് വേണം. കാരണം നിങ്ങളോട് സിംപ്ലി ദേ കൻ ആസ്ക് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മഹാജനപദ. ഓപ്ഷൻ വന്നിട്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം ഇൻ ദ ഡയറക്ഷൻ ബേസിസ്. ഓക്കെ. അല്ലെങ്കിൽ ടഫ് ആക്കി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓരോ മഹാജനപദയും അതിന്റെ ക്യാപിറ്റലും ആണ്. അപ്പൊ അത് നിങ്ങൾ ലെവൽ എടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇത് ഒരു ആസ്പിരന്റും സീരിയസ് ആയിട്ട് പഠിക്കാറില്ല. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള എക്സാമിനേഷന്റെ ട്രെൻഡ് അടിസ്ഥാനത്തിൽ ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണോ? ഓൾ ഗുഡ്? ഓക്കെ. ഫൈൻ. ഇനി അവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ കിങ്ഡത്തിന്റെ കുറച്ച് പേരുകളും കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു പക്ഷേ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചേക്കാം. ബാക്കിയുള്ള പോർഷൻസ് ഒരു പക്ഷേ ഇന്ന് എടുത്ത് എന്ന് വരില്ല. ഐ ബി ഡിസ്കസിംഗ് വിത്ത് നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. പക്ഷെ നമുക്ക് ഈ പേരുകളൊന്ന് പറഞ്ഞിരിക്കണം. ഒന്ന് നോക്കിക്കേ. ഒന്ന്, നമുക്ക് അങ്കയുണ്ട്. നിങ്ങളിപ്പോ മാപ്പിൽ കണ്ടപ്പോ അങ്ക എവിടെയായിരുന്നു? ഈസ്റ്റിൽ അല്ലെ? അതിന്റെ ക്യാപിറ്റലാണ് ചാമ്പാർ റിവർ. അതിൽ ചാമ്പാർ റിവർ എന്ന് പറയുന്ന റിവർ ഒഴുകുന്നുണ്ട്. അവിടുത്തെ രാജാവായിരുന്നു. അവിടുത്തെ കുറെ രാജാക്കന്മാരുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പവർഫുൾ ആരാ? That you know, definitely you know. Which one is the most powerful kingdom among this one? That is Magadha. അല്ലേ? So this Magadha is going to annex rest of the regions. മഗധ പോയിട്ട് അങ്ക പിടിച്ചെടുക്കുന്നു, വജ്ജി പിടിച്ചെടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മഗധ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മഗധയിൽ കുറച്ച് റൂളേഴ്സ് ഉണ്ട്. ദാറ്റ് വി കൻ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാക്കന്മാരാണ് ബിംബിസാര, അജാതശത്രു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ഇവിടെ നോക്കിക്കേ, അങ്ക എന്ന് പറയുന്ന മഹാജനപദ അത് ഭരിക്കുന്ന സമയത്ത് ബിംബിസാര എന്ന് പറയുന്ന രാജാവ് കൊണ്ടുപോയി. പിന്നെ മഗധയുണ്ട്. മഗധയുടെ ക്യാപിറ്റൽസ് ആണ് ഗിരിരാജ എന്ന് പറയുന്ന രാജഗ്രഹ. ഏളി ക്യാപിറ്റലാണ്. പിന്നീട് ക്യാപിറ്റലൊക്കെ മാറ്റുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മഗധയുടെ സ്പെഷ്യൽ ടോപ്പിക് വരുമ്പോൾ നമുക്കവിടെ ഡീൽ ചെയ്യാം. ഓക്കെ. അതില് മഗധയിലെ രാജാക്കന്മാരാണ് പറഞ്ഞ പോലെ ആര്? ബിംബിസാര, അജാശത്രുഘ്ന. അവരുടെ സമയത്തൊക്കെ ബുദ്ധനുണ്ട്. ബുദ്ധന്റെ കോണ്ടംപററി ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ വരുന്നത്.
അപ്പൊ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഒക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കാശി ഉണ്ട്, വാരണാസി. ഞാനിവിടെ ഉണ്ട്. ഗിവ് മീ വൺ ഹെൽപ്പ്, സംബഡി ബിക്കേം ദ ഹോസ്റ്റ്. വൈഷ്ണവേ, നീയാണോ ഹോസ്റ്റ്? എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാവോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ജസ്റ്റ് പവർ പെട്ടെന്ന് പോയി. വൈഫൈ ടേൺ ഓഫ് ആയി. മൊബൈൽ ഡാറ്റയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഹോസ്റ്റ് കൊടുത്താൽ മതി. പ്ലീസ് ഡു ഇറ്റ്. യാ, താങ്ക് യു വൈഷ്ണവ്. സോ ഐ വാസ് ഡിസ്കസിങ് ദാറ്റ്. വോയിസ് ക്ലിയർ ആണോ? ഹാപ്പൻഡ് പവർ ഫെയിലിയർ നോ. ഓക്കെ, ഫൈൻ. സോ ഐ വാസ് ഡിസ്കസിങ് ദാറ്റ്. ഇവിടെ നോക്കിക്കാൻ നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില മഹാജനപദാസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അങ്ക, രണ്ട് മഗധ, മൂന്ന് കാസി. നാലാമത്താണ് വത്സ ഓർ വംശ. കോസാംബിയാണ് അതിന്റെ ക്യാപിറ്റൽ. നിങ്ങൾക്ക് ആ മാപ്പിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. കോസലയുടെ ക്യാപിറ്റലാണ് ശ്രാവസ്തി. സുരസേനയുടെ ക്യാപിറ്റലാണ് മഥുര. പാഞ്ചാല, അഹിഛത്ര, കുരു, ഇന്ദ്രപ്രസ്ഥ, ഇതൊക്കെ പഴയ ഡൽഹിയുടെ പേരുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ്. മത്സ്യ, വിരാട് നഗർ. ചെടി, സത്യവാദി. അവന്തി, ഉജ്ജയിനി ഓർ മഹിഷ്മതി. ഗാന്ധാര, പുറത്താണ് നിങ്ങൾക്ക് അറിയാലോ, ടക്സില. കംബോജ, പൂഞ്ച് ഓർ റായ്പൂർ. ദെൻ സൗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് അസ്മാക്ക ഓർ അസാക്ക എന്ന് പറയും. പ്രതിസ്ഥാൻ ഓർ പൈത്താനാണ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. വജ്ജിയുടെ ക്യാപിറ്റൽ ആയിരുന്നു വൈശാലി. വൈശാലിയിൽ 8 ക്ലാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 2 ടെർമിനോളജി ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോളിറ്റി, ഒന്ന് മൊണാർക്കിയാണ്, രാജാക്കന്മാര് ഭരിക്കുന്നത്, പവർഫുൾ ആകുന്നത്. മറ്റൊന്ന് ഗ്രൂപ്പ് ഓഫ് റൂളേഴ്സ് ആണ്. ഒരു നാട് തന്നെ ഒരുമിച്ച് ചേർന്ന് ഭരിക്കുക. അതിന് ഒലിഗാർക്കി. ഇതിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ഗണസംഘാസ്. ഗണ പൊളിറ്റി, അത് ഭരിക്കുന്ന സംഘങ്ങൾ, ഗണസംഘാസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വൈശാലി. കണ്ട, വൈശാലി നോക്കിക്കേ. വൈശാലി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് 8 ക്ലാനുകൾ കൂടി ചേർന്നിട്ടാണ്. അതിലൊന്നാണ് ലിച്ചാവി ക്ലാൻ. ഈ ലിച്ചാവി ക്ലാൻ വളരെ ഫേമസ് ആണ്. ഇതിലുള്ള ലേഡീസ് അവർ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ വർ മാരീഡ് വിത്ത് ദ മഗധ റൂളേഴ്സ്. അതൊക്കെ നമുക്ക് മഗധയുടെ ടോപ്പിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയാം. ദെൻ മല്ല എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ് അവിടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ 16 ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് എഴുതി വെച്ചു എന്നുള്ളൂ. ബേസിക് ഇൻഫോർമേഷൻ. ആ ബേസിക് ഇൻഫോർമേഷനിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കാം. ആൻഡ് ഫൈനലി വാട്ട് വി ക്യാൻ സീ, ഈ 16 ഓൺലി 4 ബിക്കേം പവർഫുൾ. ആ 4 മഗധ, കോസല, അവന്തി, വത്സ. ആൻഡ് ഓൾ ദീസ് ആർ മൊണാർക്കി സ്റ്റേറ്റ്സ്. മൊണാർക്കി ബിക്കേം മോർ പവർഫുൾ. അത് എന്തുകൊണ്ട് മൊണാർക്കി പവർഫുൾ ആയി എന്നുള്ളതൊക്കെ നമുക്ക് അപ്കമിങ് സെഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോകാം. മനസ്സിലാക്കി പോകുമ്പോൾ ഒരു സർട്ടൻ ഐഡിയ അവിടെ എന്തൊക്കെ റിസോഴ്സസ് ആയിരുന്നു, ആ റിസോഴ്സസിന് അവർ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ യു ക്യാൻ കമ്പൈൻ ദ ഹീലിംഗ് വിത്ത്
ഓ, again നെറ്റ്വർക്ക് ഫെയിലിയർ ഉണ്ട്. വൈഷ്ണവേ, താങ്ക് യു, ഫൈൻ. സോ ഗൈസ്, ഐ വാസ് ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ്, ഞാൻ സമ്മറൈസ് ചെയ്യാണ്. പവർ ഫെയിലിയർ ആയതുകൊണ്ട് നെറ്റ്വർക്കിന്റെ ഒരു ഫ്ലക്ച്വേഷൻ കൂടെ സംഭവിക്കുന്നു. ലെറ്റ് മീ സമ്മറൈസ് ദിസ് വൺ ഗൈസ്. ദ പോയിന്റ് ഇസ് ദാറ്റ്, ഞാൻ പറയുന്നത് 16 മഹാജനപദങ്ങളിൽ 4 മാത്രം പവർഫുൾ ആയിട്ട് നിലനിൽക്കുകയും അത് മൊണാർക്കികളാവുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറയും. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ വിൽ ബി കമ്പൈനിങ് അവർ ഹിസ്റ്ററി ലേണിംഗ് വിത്ത് ജോഗ്രഫി. അപ്പൊ ജോഗ്രഫിക്കൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഈ മഹാജനപദ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇപ്പൊ ഞാൻ ഇത് ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇന്നത്തെ ടാസ്ക് മറക്കണ്ട, ആസ് വെൽ ആസ് നമ്മുടെ മോക്ക് ടെസ്റ്റും നിങ്ങൾ മറക്കണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.